ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാബു വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഞായറാഴ്ചയുടെ അവധി ആലസ്യത്തിലാകണം കുറച്ചെങ്കിലും പ്രേക്ഷകർ. പോരാത്തതിന് മടിപിടിക്കാൻ പാകത്തിന് ഒരു തണുത്ത മഴയന്തരീക്ഷം പല സ്ഥലങ്ങളുണ്ട്. അന്ന് തന്നെ നല്ല മഴ പെയ്യുന്നു ചില സ്ഥലങ്ങളിൽ. ആവോട്ടെ, ചില അവധി ദിവസങ്ങളും അങ്ങനെ മടി പിടിക്കണമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് സൺഡേ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയണം. മടി ദിവസമാണെങ്കിലും മടിയില്ലാതെ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുക. എന്തായാലും വാർത്തയ്ക്ക് മടി പിടിച്ചിട്ടൊന്നുമില്ല, ഇഷ്ടം പോലെയാണ് വാർത്ത. പ്രേക്ഷകരെ വീണ്ടും ജാഗ്രത വേണം. കാരണം കോവിഡിൻ്റെ ഒരു വകഭേദം വീണ്ടും കിടന്ന് കറങ്ങലാണ്. കാര്യമായി പേടിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴും 100-300 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്, 3-4 മരണങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. പിന്നെ ഗവർണർക്കെതിരായ പ്രതിഷേധം, അതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ. ഒരു മര്യാദയുമില്ലാതെ പ്രതിഷേധക്കാരെ അടിച്ച് കൈത്തിരിപ്പ് തീർക്കുന്ന ഗൺമാന്, ഇതാണ് അനിൽ കല്ലിയൂർ, മന്ത്രിമാരുടെ വക പൂർണ്ണ പിന്തുണ. പക്ഷേ കാലുവയ്യാത്ത പ്രതിഷേധക്കാരനെ നടുവിനിട്ട് ചവിട്ടിയ ക്രൂരതയെ മന്ത്രി എം പി രാജേഷ് എങ്കിലും തള്ളിപ്പറയുന്നുണ്ട്. നല്ല കാര്യം. പിന്നെ പാർലമെന്റിലെ പുകയാക്രമണത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അങ്ങനെ ദിവസം ഞായറാഴ്ചയാണെങ്കിലും വാർത്തയുടെ കുത്തൊഴുക്കാണ്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയേക്കാം. കട്ടയ്ക്ക് 1.5 മണിക്കൂറും കൂടെ ഉണ്ടാകണം. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ അവധി ദിനമാണെങ്കിൽ നമ്മുടെ വാർത്തായാത്രയുടെ തുടക്കം അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചത് ഗവർണർ സംസാരിക്കുകയാണ്. ഗവർണർ എന്തൊക്കെയോ പറയുന്നുണ്ട്. SFI പ്രതിഷേധ ബാനറുകൾ അഴിപ്പിക്കാൻ ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഗവർണർ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ, സാദിഖ് അലി തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ പോവുകയാണ്. അതുകൊണ്ട് SFI ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നില്ല. പക്ഷേ ഗവർണർ കുറച്ച് പ്രകോപിതനായി നേരത്തെ കാണപ്പെട്ടു. എന്താണ് ആ പ്രകോപനത്തിന് കാരണം എന്നറിയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കുറച്ച് രോഷത്തിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഗോ ബാക്ക്, യു ആർ നോട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞ ആ ബാനറുകൾ കിട്ടിയിരുന്നു. ആ ബാനറുകൾ അഴിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ എനിക്കൊന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ക്യാമ്പസിലുടനീളം നടന്ന് എവിടെയെങ്കിലുമൊക്കെ ബാനർ ഉണ്ടോ എന്ന് നോക്കി അത് അഴിപ്പിക്കുകയാണ് നേരിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിൻ്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ്. അവിടെ ഗവർണർ യു ആർ നോട്ട് വെൽക്കം, ഗവർണർ ഗോ ബാക്ക്, എന്താണ് കാവ്യവൽക്കരിക്കുന്നു എന്ന് തുടങ്ങിയ SFIയുടെ ബാനറുകൾ ക്യാമ്പസിലുടനീളം ഉണ്ടായിരുന്നു. ഗവർണർ നേരിട്ട് പോയി അതത് സ്ഥലങ്ങളിൽ പോയി ഓരോരോ ബാനർ അഴിച്ചു മാറ്റാൻ നേരിട്ട് നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാർക്കൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ സർവകലാശാല ക്യാമ്പസിലെ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് കാർമ്മികത്വം വഹിക്കുകയാണ് ഗവർണർ അല്ലേ? അതുതന്നെയാണ് ഹാഷ്മി. പ്രത്യേകിച്ച് പോലീസിനെയും അതുപോലെ തന്നെ സർവകലാശാല അധികൃതരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഒരു പെരുമാറ്റമുണ്ടായത്. അല്പസമയം മുൻപാണ് കോഴിക്കോട് നിന്ന് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. തുടർന്ന് പ്രകോപിതനായി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. മാധ്യമങ്ങളെ ഒപ്പം വിളിച്ചുകൊണ്ട് ഈ സർവകലാശാലയ്ക്ക് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന SFI കെട്ടിയിരിക്കുന്ന ഈ കറുത്ത ബാനറുകൾ, പ്രതിഷേധ സൂചകമായി കെട്ടിയിരിക്കുന്ന കറുത്ത ബാനറുകൾ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ പെരുമാറ്റമുണ്ടായത്. നമുക്ക് പ്രകോപനത്തിന് കാരണം എന്താണ് അരുൺ? ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഈ ബാനറുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പ്രകോപനത്തിന്റെ കാരണം എന്താണ്? അദ്ദേഹം വല്ലാതെ അമർഷത്തിലാണെന്ന് തോന്നുന്നു. വല്ലാത്ത അമർഷത്തിലാണ്. ഇന്നിപ്പോൾ SFI പ്രതിഷേധം നടത്തുന്നില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവർണർക്ക് സ്വകാര്യ പരിപാടി മാത്രമാണുള്ളത്, ഔദ്യോഗികമായി ഒന്നുമില്ല. സർവകലാശാലയിലും മറ്റ് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് SFIയുടെ പ്രതിഷേധം ഉണ്ടാവില്ലെന്ന് അറിയിച്ചു. പക്ഷേ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയ ഗവർണർ പ്രകോപിതനായി തിരിച്ച് ഇറങ്ങി വരികയായിരുന്നു. എന്തായാലും ഈ ബാനറുകൾ, കറുത്ത ബാനറുകൾ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ഗവർണർ നേരിട്ട് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ശക്തമായ ഭാഷയിലാണ് ഗവർണർ ഇതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബാനറുകൾ ഉടൻ തന്നെ അഴിച്ചു മാറ്റാനുള്ള നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഹാഷ്മി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു, വിവാഹ ചടങ്ങിനായി ഇറങ്ങുകയാണ്. അപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് കയറിയതിന് ശേഷം പെട്ടെന്ന് രോഷാകുലനായ ഗവർണർ തിരികെ ഇറങ്ങി വരികയായിരുന്നോ അരുൺ? ഹാഷ്മി, സർവകലാശാലയിലേക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ് ഗവർണർ എത്തിയത്. ഗവർണർ എത്തി 2 സെക്കൻഡിന് ശേഷം ഗവർണർ പുറത്തേക്ക് പ്രകോപിതനായി ഇറങ്ങുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് നിന്നും ഈ സർവകലാശാലയിലേക്ക് വരുന്ന വഴിയാണ് ഗവർണർ ഈ ബാനറുകൾ ശ്രദ്ധിച്ചത് എന്ന് തോന്നുന്നു. ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ഇന്നിപ്പോൾ ഗവർണർ ഈ ബാനറുകൾ കണ്ടു, അല്ലെങ്കിൽ ഇത് അഴിച്ചു മാറ്റി ബാനറുകൾ കണ്ടതാണ് ഒരുപക്ഷെ ഗവർണറെ ഇത്രയധികം രോഷാകുലനാക്കുന്നതല്ലേ അരുൺ?
അതുതന്നെയാണ് ഗവർണർ ഇന്നാണിപ്പോൾ ഈ ബാനറുകൾ കണ്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്നലെ കണ്ടിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ അഴിച്ചു മാറ്റിയേക്കാം എന്നൊരു ധാരണ ഗവർണർക്കുണ്ടായിരുന്നിരിക്കാം. ഇന്ന് വീണ്ടും ഈ ബാനറുകൾ, കറുത്ത ബാനറുകൾ പ്രതിഷേധ സൂചകമായി ചാൻസലർ ഗോബാക്ക് അടക്കമുള്ള എഴുതി വെച്ച ഈ ബാനറുകൾ കണ്ടതോടുകൂടി പ്രകോപിതനായി ഗവർണർ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ ഇത്തരത്തിലുള്ള ബാനറുകൾ, ഇത് അഴിച്ചു മാറ്റാൻ അധികൃതർ ഒരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യമാണ് ഗവർണർ പറഞ്ഞത്. തുടർന്ന് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അധികൃതരെ വിളിച്ച് ഇക്കാര്യം അഴിച്ചു മാറ്റാൻ എന്താണ് മടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ ചോദിച്ചു. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു ബാനറുകൾ അഴിച്ചു മാറ്റാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഗവർണർ ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിന് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇന്ന് മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. എന്നാലും പോലീസ് ജാഗ്രതയിലാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം, വലിയ രീതിയിലുള്ള സുരക്ഷ ഈ സർവകലാശാല പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം SP നേരിട്ട് തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. 200-ലധികം പോലീസുകാരെ ഇവിടെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധങ്ങളൊന്നും ഇല്ല എന്ന് SFI അറിയിച്ചിട്ടുണ്ടെങ്കിലും ഗവർണറുടെ ഈ ബാനർ അഴിച്ചു മാറ്റാനുള്ള ഗവർണറുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉള്ളതിനാൽ ഇനി SFI ആ ബാനർ ബാനറുകളൊക്കെ സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളിടത്തൊക്കെ ബാനർ ഉണ്ടാകും, പോസ്റ്ററൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം നേരത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ബഹുഭൂരിപക്ഷ സമയവും നല്ല രാഷ്ട്രീയക്കാരനായിരുന്ന ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അത് അറിയാത്തതല്ല. ഇതിപ്പോൾ ഈ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങിയ വാചകങ്ങളാകുമോ അദ്ദേഹത്തെ അത്ര കണ്ട് പ്രകോപിതനാക്കുന്നത്? അരുൺ, ഹാഷ്മി, ചാൻസലർ ഗോബാക്ക്, സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്നതുൾപ്പെടെയുള്ള കറുത്ത ബാനറുകൾ ഇവിടേക്ക് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലും ചില കാര്യങ്ങൾ ഗവർണർക്കെതിരെ ശാഖയിലെ സംഗീതം ശാഖയിൽ മതി, സർവകലാശാലയിൽ വേണ്ട എന്നതുൾപ്പെടെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ SFI ഇവിടെ പോസ്റ്ററുകളിലും അതുപോലെ തന്നെ കറുത്ത ബാനറുകളുമായി എഴുതി കെട്ടിയിട്ടുണ്ട്. ഇതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് കാരണമായത്. ഇന്നായിരിക്കാം അദ്ദേഹം ഈ കാര്യം ശ്രദ്ധിച്ചത്. ഇന്നലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മാറ്റുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. എന്തായാലും ഈ കറുത്ത ബാനറുകൾ ഇതുവരെയും അഴിച്ചു മാറ്റാൻ തയ്യാറാവാത്തത് മൂലമാണ് ഇന്നിപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അധികാരികളെ വിളിച്ചുകൊണ്ട് ഈ ബാനർ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബാനർ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ, അതായത് ചാൻസലർ വന്ന സമയത്തും ഈ ബാനറുകൾ പ്രതിഷേധ സൂചകമായി കെട്ടിയ ബാനറുകൾ അഴിച്ചു മാറ്റാൻ മടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ഉടൻ തന്നെ ഈ ബാനറുകൾ അഴിച്ചു മാറ്റുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ആ സമയത്ത് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ജാഗ്രതയിലാണ്. ഇനി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സർവകലാശാലയിൽ കളവൊരുങ്ങുമോ? ഇന്നലെ വലിയ രീതിയിലുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ ബാനറുകൾ, കറുത്ത ബാനറുകളുണ്ട്. നേരത്തെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിൽ പ്രകോപിതനാണ് ഗവർണർ. അതിനുശേഷം ഇപ്പോൾ സർവകലാശാലയിലും ഒരുപക്ഷെ ഈ കറുത്ത ബാനറുകൾ, കരിങ്കൊടി എന്ന മട്ടിൽ തന്നെ ഗവർണർ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അത് അഴിച്ചു മാറ്റാൻ വളരെ പ്രകോപിതനായ രോഷാകുലനായ മുഖത്തോടു കൂടി ഗവർണർ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Have you reported to the police how these banners are there? And have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. भेजिए कि have you reported to the police how these banners are there? And have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. എനിക്ക് തോന്നുന്നു ബാനർ കെട്ടിയവർക്കെതിരെയാണോ അതോ ബാനർ അഴിക്കാത്തവർക്കെതിരെയാണോ നടപടി വേണം എന്നൊക്കെ വളരെ രോഷത്തോടു കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ്. ചാൻസലർ ഗോബാക്ക് എന്ന ബാനറുണ്ട്, സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന ഒരു കറുത്ത ബാനർ അവിടെയുണ്ട്. അതൊക്കെ ആവണം ഒരു പക്ഷേ ഗവർണറെ പ്രകോപിപ്പിക്കും. നേരത്തെ ആ കരിങ്കൊടി പ്രതിഷേധ സമയത്തും പുറത്തിറങ്ങിയ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വലിയ പ്രകോപനം, വലിയ രോഷം പ്രകടിപ്പിക്കും. ആ രോഷത്തിന് തുടർച്ച തന്നെ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അങ്ങേയറ്റം പ്രകോപിതരാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലയ്ക്കുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ ഗ്രൗണ്ടിൽ നിന്ന് പ്രേക്ഷകരോട് തലക്കെട്ടുകൾ സംബന്ധിക്കുന്ന സമയമാണ്. അതിനിടയ്ക്കാണ് ഗവർണർ വന്നത്. തലക്കെട്ടുകളിലേക്ക്. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. സ്വാഭാവികമായ പ്രതിഷേധം വിളിച്ചു വരുത്തിയത്. പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത് ഒരു പൊതുപ്രവർത്തകനായിരുന്നയാള് പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്. ഗവർണറെ കടന്നാക്രമിച്ചു മന്ത്രിമാരും
നിയമസഭ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കരുതെന്ന് മന്ത്രി പി രാജീവ്. ഇന്ന് ഗവർണർക്കെതിരെ SFI പ്രതിഷേധമില്ല. സ്വകാര്യ പരിപാടിയായതിനാൽ ഒഴിവാക്കാൻ തീരുമാനം. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. KSU പ്രവർത്തകരെ മർദ്ദിച്ച ഗവൺമെന്റ് നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. അല്ല, അങ്ങനെ നീതീകരിക്കാനാവാത്ത ഒരു കാര്യത്തെയും നീതീകരിക്കുകയില്ല, ന്യായീകരിക്കുകയില്ല. മർദ്ദനത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ. പ്രവർത്തകരെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കെ സുധാകരൻ. ആലപ്പുഴയിലെ നവകേരള സദസ്സിനിടെ ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐയെ തള്ളി മന്ത്രി MB രാജേഷ്. തന്നെ മർദ്ദിച്ചത് പോലീസ് നോക്കി നിൽക്കെയെന്ന് അജിമോൻ കണ്ടല്ലൂർ. പത്തനംതിട്ടയിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്. സംസ്ഥാനം വീണ്ടും കോവിഡ് വ്യാപനാശങ്കയിൽ. ഇന്നലെ 302 രോഗികളും 4 മരണവും. ആകെ ചികിത്സയിലുള്ളത് 1523 പേർ. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തിയെന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട്. ഉപവകഭേദമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി. വയനാട് കല്ലൂർക്കുന്നിൽ പശുവിനെ ആക്രമിച്ചു കൊന്നത് നരഭോജി കടുവയെന്ന് വനം വകുപ്പ്. പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയുടെ കാൽപ്പാടുകൾ മേഖലയിൽ നിന്നും കണ്ടെത്തി. ഒരാഴ്ചയായിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. കൂടുതൽ കൂടുകൾ മേഖലയിൽ സ്ഥാപിച്ചു. ഡ്രോൺ നിരീക്ഷണവും തുടരുന്നു. പാർലമെന്റിൽ നടന്ന അതിക്രമം അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉചിതമല്ലെന്നും നരേന്ദ്രമോദി. അറസ്റ്റിലായ നീലം ആസാദിന്റെ ഹരിയാനയിലെ വീട്ടിലെത്തി 24 വാർത്താ സംഘം. നീലം ആസാദ് പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്നു എന്ന നാട്ടുകാരും ബന്ധുക്കളും. भगत सिंह और डॉक्टर भीमराव अम्बेडकर जी हैं, इनको विचारों से वो काफ़ी प्रभावित थी और काफ़ी प्रभावित रही है. और उन्होंने जो मनरेगा मजदूर हैं, किसान आंदोलन है, जो मजदूरों के लिए काम किया है. പ്രതികളുടെ നശിപ്പിച്ച ഫോണിന്റെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തി. നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണശാലയിൽ വൻ പൊട്ടിത്തെറി. 9 പേർക്ക് ദാരുണാന്ത്യം. ദുരന്തം സോളാർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിയിൽ. മരിച്ചവരിൽ 6 പേർ സ്ത്രീകൾ. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ. കൊച്ചിയിൽ 59 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതിയെ പിടികൂടാൻ നിർണായകമായത് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 4 വയസ്സുകാരനെ കഴുത്തിഞ്ഞെരിച്ചു വന്ന കേസിൽ പിതൃ സഹോദരന്റെ ഭാര്യ അറസ്റ്റിൽ. KE ഇസ്മായിലിനെ തള്ളി മന്ത്രി P പ്രസാദ്. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തതിൽ അസ്വാഭാവികതയില്ല. തീരുമാനമെടുത്തത് D രാജ പങ്കെടുത്ത യോഗത്തിൽ. പാർട്ടി ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുത്ത ഒരു യോഗമാണ് സഖാവ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെ പരസ്യമായി വിമർശിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ എതിർക്കുക എന്നുള്ളതോ സഖാവ് കെയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. തീരുമാനത്തിൽ KE ഇസ്മായിൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കില്ലെന്നും മന്ത്രി. ലിബിയയിൽ കപ്പൽ തകർന്ന് 61 കുടിയേറ്റക്കാർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമെന്ന് UN ഏജൻസി. അപകടത്തിൽപ്പെട്ടത് ലിബിയൻ നഗരമായ സ്വാരയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ. ഉയർന്ന തിരമാലയിൽ കപ്പൽ തകർന്നത് മെഡിറ്ററേനിയൻ കടൽ കടക്കുന്നതിനിടെ. ജനവാസ മേഖലയിൽ നിന്ന് കണ്ടെത്തുന്ന വന്യമൃഗങ്ങളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ പ്രദർശന വസ്തുവാക്കരുതെന്ന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ഒറ്റപ്പെട്ട നിലയിലുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അടിയന്തര സാഹചര്യമില്ലെങ്കിൽ മൃഗങ്ങളെ കാട്ടിൽ തുറന്നു വിടണം. നടപടി റാന്നിയിൽ കണ്ടെത്തിയ കുട്ടിയാനയെ പ്രദർശന വസ്തുവാക്കിയെന്ന പരാതിയിൽ. 24 എക്സ്ക്ലൂസീവ്. സേവനാവകാശ നിയമം സമഗ്രമായി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനം. നിലവിലെ നിയമത്തിലെ വ്യവസ്ഥകൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് കാതലായ മാറ്റം നിർദ്ദേശിക്കാൻ നിയമപരിഷ്കരണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിൽ മഴ കനക്കും എന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല മഴയാണ് എന്താണ് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുക. വലിയ മഴ അല്പമെങ്കിലും ശമനമുണ്ടോ എന്നുള്ള കാര്യം. മത്സ്യബന്ധന വിലക്കടക്കമുണ്ട്. അപ്പോൾ 1-2 ദിവസം കുറച്ചൊന്ന് ജാഗ്രതയോടിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ കുടയെടുക്കുക എന്നുള്ളത് മാത്രമല്ല ജാഗ്രത. മൊത്തത്തിൽ അത്യാവശ്യം സാമാന്യത്തിൽ കവിഞ്ഞു വലിയ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇവിടെ പ്രേക്ഷകൻ പറയുകയാണ്, സുകുമാരൻ KK ഇങ്ങനെയാവണം കേരള ഗവർണർ.
ഭരത് നമ്പ്യാർ താഴെ പറയുന്നു, ഗവർണർക്ക് ഒരു വിലയുണ്ടായിരുന്നു, അയ്യേ ഇതെന്താ ഇങ്ങനെ കഷ്ടം കരുതിക്കൂട്ടി പ്രശ്നം വഷളാക്കുന്നു. ഗവർണർക്ക് അനുകൂലവും പ്രതികൂലവും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് പ്രതികരണമുണ്ട്. എന്തായാലും ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം ഇന്നില്ല, പക്ഷേ ആ കറുത്ത ബാനറുകളിൽ ഗവർണർക്ക് പ്രതിഷേധമുണ്ട്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ സ്വീകരിക്കുന്നത് RSS നിലപാടാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗവർണർക്ക് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് തുറന്നടിച്ചു. ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ ഗവർണർ വിളിക്കാമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഗവർണർക്കെതിരെ മന്ത്രിമാരും ഇന്ന് വിമർശനം തുടർന്നു. ഇന്ന് പ്രതിഷേധത്തിൽ നിന്ന് SFI പിന്മാറി. സർവകലാശാലകളിൽ ചാൻസലർക്കെതിരെ നടക്കുന്ന SFI പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്ന ഗവർണറുടെ പരാമർശത്തോടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി SFI നടത്തുന്ന പ്രതിഷേധത്തെ ന്യായീകരിച്ചു. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ് ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന ഗവർണർ 11:15 സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട്ടേക്ക് തിരിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹമായതിനാൽ ഇന്ന് പ്രതിഷേധം പൂർണ്ണമായും ഒഴിവാക്കാനാണ് SFIയുടെ തീരുമാനം. നിയമസഭ തീരുമാനിച്ചിട്ടും ചാൻസലർ പദവിയിൽ കടിച്ചു തൂങ്ങുന്ന ഗവർണർ സർക്കാർ സ്പോൺസേഡ് സുരക്ഷയിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി P രാജീവ് വിമർശിച്ചു. പേരക്കുട്ടികളുടെ പ്രായമുള്ളവരെ വെല്ലുവിളിക്കുന്ന ഗവർണർ സ്വന്തം പ്രായം നോക്കണമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ആരെയാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്? പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളോടാണ് ഏറ്റുമുട്ടാൻ നടക്കുന്നത്, അവരെയാണ് വെല്ലുവിളിക്കുന്നത്. ഇതാണ് എങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തോട് അടുപ്പമുള്ളവർ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. SFI ഇന്ന് പ്രതിഷേധം ഒഴിവാക്കിയെങ്കിലും കനത്ത സുരക്ഷയിലാണ് സർവകലാശാല. 24 തിരൂർ. അപ്പോൾ എന്തായാലും ഇന്ന് ഗവർണർ ഒരു സാദിഖ് അലി തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് കൊണ്ടാണ് SFI പ്രതിഷേധപൂർവ്വമായി ഒഴിവാക്കിയത്. പക്ഷേ സർവകലാശാലയിൽ കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന കറുത്ത ബാനറുകൾ, ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങിയ ബാനറുകൾ കണ്ട് അദ്ദേഹം ഗവർണർ പ്രകോപിതനാകുന്നു. ചാൻസലർ പ്രകോപിതനാകുന്നു. അത് അഴിച്ചു മാറ്റാൻ ആർക്കോ കടുത്ത ഭാഷയിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. അഴിച്ചു മാറ്റാത്തവർക്കെതിരെ നടപടിയൊക്കെ ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ തോതിൽ രോഷാകുലനും ദേഷ്യത്തിലുമാണ് നമ്മുടെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, സജിത് മാധവൻ, സത്യത്തിൽ ഗവർണർ എന്നൊരു പോസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ ചോദിക്കുന്നു. അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ CPI അടക്കമുള്ളവർ വേണ്ട, ആ പോസ്റ്റേ വേണ്ട എന്ന നിലപാടുകാരാണ്. അത് CPI മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അത് സംസ്ഥാനം ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടി, ഇപ്പോൾ DMK അടക്കമുള്ളവർ അത്തരം നിലപാടുകാരുമാണ്. മാത്രമല്ല നമുക്കറിയാം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാർ അതത് ഭരണ നേതൃത്വങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സുപ്രീം കോടതിയിൽ വരെ അവർ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ ഈ സജിത് മാധവൻ ചോദിക്കുന്നത് എന്താണ്, പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് കൂടിയാണ്. എന്തായാലും ഒരു ഗൺമാനുണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കുന്നതിന് ആനന്ദം കണ്ടെത്തുന്ന ഗൺമാന്റെ മർദ്ദനത്തിൽ പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദ്യമുണ്ടായി, പക്ഷേ മൗനമായിരുന്നു മറുപടി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലുണ്ടായ അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ച മന്ത്രിമാർ വീട്ടിലിരുന്നവരെ മർദ്ദിച്ചിട്ടില്ലെന്നും ബോധപൂർവം പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തിയിട്ടില്ലെന്നുമായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അതേസമയം ഭിന്നശേഷിക്കാരനെ നിലത്തിട്ട് ചവിട്ടിയ, നടുവിന് ചവിട്ടിയ സംഭവത്തിൽ മന്ത്രി MP രാജേഷ് DYFഐയെ തള്ളി. ഇനി പ്രവർത്തകരെ തല്ലിയാൽ തിരിച്ചടിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതികരിച്ചു. പ്രതിഷേധിച്ചവരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചിട്ടും മന്ത്രിമാർ ഒരേ സ്വരത്തിൽ പോലീസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും ന്യായീകരിച്ചു. വീട്ടിലിരുന്ന് ആരും അടിച്ചില്ല, സമരം ചെയ്തവരെ അടിച്ചില്ല. സമരത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ശാരീരിക ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ച ക്രിമിനലുകളെയാണ് അടിച്ചത്. ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായി തീരുമാനിച്ച് പ്രതിഷേധ സമരങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു അനുഭവമില്ല. എന്നാൽ ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കായംകുളത്ത് പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെ DYFI പ്രവർത്തകർ നിലത്തിട്ട് ചവിട്ടിയത് നീതീകരിക്കാവുന്നതല്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞത് മാത്രമായിരുന്നു വേറിട്ട നിലപാട്. നീതീകരിക്കാനാവാത്ത ഒരു കാര്യത്തെയും ന്യായീകരിക്കില്ല. DYFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചെന്നും പോലീസ് ജീപ്പിൽ കയറ്റുമ്പോൾ കഴുത്തിനു മുകളിൽ തല കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂർ. നിന്റെ കഴുത്തിനു മുകളിൽ തല വെച്ചേക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് DYFIയുടെ പ്രവർത്തകർ കൊലവിളി നടത്തിയത്.
സമാധാനം പാലിക്കുന്നത് ദൗർബല്യമായി കാണരുതെന്നും തിരിച്ചടിക്കുമെന്നും KPCC അധ്യക്ഷൻ K സുധാകരന്റെ മുന്നറിയിപ്പ്. ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഭീഷണിയിൽ DGPക്ക് പരാതി ലഭിച്ചു. ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ളവർക്കെതിരെ പൊതുപ്രവർത്തകനായ H ഹഫീസാണ് പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. അപ്പോൾ അത് കുറച്ച് സംഘർഷഭരിതമാകുന്നു തോന്നുന്നു. കാര്യങ്ങൾ ഇനി മർദ്ദനമുണ്ടായാൽ തിരിച്ചടിക്കും, ആ തെരുവിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞാൽ അത് വ്യാപകമാകും എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രമസമാധാനത്തിന് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ, തല്ലുന്നവരും തല്ലുകൊള്ളുന്നവരും ആലോചിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പ്രേക്ഷകൻ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ഗവർണർ ഈസ് ദ സ്റ്റേറ്റ് ഹെഡ് ബട്ട് ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് അതോറിറ്റി റെസ്റ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗവർണർമാരുടെ അധികാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയിലടക്കം വളരെ വ്യവസ്ഥാപിതമായി ആവർത്തിച്ചുറപ്പിച്ച അതിൻ്റെ അധികാര പരിമിതിയെക്കുറിച്ചുള്ള ഒരുപാട് വിധികൾ, ഏറ്റവും ഒടുവിൽ രാജ്കോവ അടക്കം, അങ്ങനെ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്, പഞ്ചാബ് ഗവർണർമാർക്കൊക്കെ സുപ്രീം കോടതി വിമർശനങ്ങളടക്കം ഇത് ഈ പറയുന്നത് സുപ്രീം കോടതി തന്നെ ആവർത്തിച്ചുറപ്പിച്ച കാര്യമാണ്. അത് പുതിയ കാര്യവുമല്ല. ഓക്കെ, നവകേരള സദസ്സിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നടന്ന പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത് മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജും കോൺഗ്രസ് നേതാവ് സജി ചാക്കോയും KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സജി ചാക്കോ എന്നിവരും പ്രഭാത യോഗത്തിനെത്തി. പ്രതിഷേധങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രിമാർ വിമർശിച്ചത്. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് യുവമോർച്ച ഇറങ്ങുന്നു. BJPക്ക് വേണ്ടി കോൺഗ്രസ് വലിയ തോതിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിലും BJPക്കാര് പരസ്യമായി അങ്ങനെ പ്രക്ഷോഭത്തിലേക്കൊന്നും വന്നതായിട്ട് കണ്ടിരുന്നില്ല. ആറന്മുള മണ്ഡലത്തിലെ നവകേരള സദസ്സ് തുടങ്ങും മുമ്പ് തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഉച്ചയ്ക്ക് ശേഷം റാന്നിയിലും കോന്നിയിലും അടൂരും നവകേരള സദസ്സ് നടക്കും. 24 പത്തനംതിട്ട. അപ്പോൾ അങ്ങനെ പ്രതിഷേധങ്ങളും മർദ്ദനങ്ങളൊക്കെ തുടരുമ്പോൾ പത്തനംതിട്ടയിൽ കറുത്ത ബലൂണും കരിങ്കൊടിയും ഉയർത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സുരക്ഷ ശക്തമാക്കിയതിനിടയിലാണ് ആകാശത്തെ പ്രതിഷേധം. ശ്രീകുമാരൻ ഒരുങ്ങളും വെച്ചിരുന്നു. ശ്രീത്ത്, എന്താണ് സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റ് ആകുമ്പോൾ പ്രതിഷേധത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണോ പ്രതിഷേധക്കാർ? ശ്രീത്ത്. അതെ ആഷ്മി, പ്രതിഷേധത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ. കാരണം പത്തനംതിട്ട നഗരത്തിലെ പല മേഖലയിലും ഇപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹം നിലവിലുണ്ട്. പോലീസ് സന്നാഹം പല മേഖലയിലും പിരിമുറുക്കിയിരിക്കുകയാണ്. KSRTCയുടെ മുൻവശത്ത് ശബരിമല ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ അവിടെ നിൽക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അല്പസമയം മുൻപ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായി ആണ് പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശത്തേക്ക് അബാൻജിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ആകാശത്തേക്ക് കറുത്ത ബലൂണുകൾ ഉയർത്തി വിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ആകാശത്തേക്ക് ആ ബലൂൺ വിട്ടുവെങ്കിലും അവരെ ഈ പറയുന്ന പോലെ കരിങ്കൊടി വിട്ടുവെങ്കിലും അവരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇനിയും റോഡരികിൽ പ്രതിഷേധം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും DYFI പ്രവർത്തകർ എന്തായാലും പല മേഖലയിലും ഇപ്പോൾ തന്നെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. പോലീസുണ്ട്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനായാണ് പ്രതിഷേധം മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. തമ്മിൽ നേരിട്ടുള്ള ഒരു സംഘർഷം ഒഴിവാകുകയും ചെയ്യും, പ്രതിഷേധം അറിയിക്കുകയും ചെയ്യാം. ഹാഷ്മി, എന്തായാലും ബാബു ജോർജ്, സജി ചാക്കോ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിന് കടുത്ത നിരാശയുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവർക്ക് കടുത്ത നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും പത്തനംതിട്ടയിൽ നവകേരള സദസ്സ് തുടരുകയാണ്. ഇവിടെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് റാന്നിയിലേക്കാണ്. അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഹാഷ്മി. ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കരിങ്കൊടിക്ക് പകരം കറുത്ത ബലൂൺ, ആകാശത്തൊരു കരിങ്കൊടി ഉയർത്തുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇവിടെ ലിലിജി രാജൻ എന്നൊരു പ്രേക്ഷക പറയുന്നു, ഇവരോടൊക്കെ നാട്ടിലെ ആ നല്ല മഴയൊന്ന് നനയാൻ പറയൂ ഹാഷ്മി. ലവ് ഫ്രം ദുബായ്. ചേച്ചിക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും, ചേച്ചിയല്ലേ ലിലിജി, എന്തായാലും അവിടെ നിന്ന് ദുബായിലിരിക്കുമ്പോഴത്തേക്കും നാട്ടിലെ മഴ കാണുമ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിയ കടിക്കുന്നു തോന്നുന്നു. പക്ഷേ നാട്ടിലെ മഴ ഇപ്പോൾ പണ്ടത്തെ പോലുള്ള മഴയല്ല, വെള്ളക്കെട്ടടക്കം ആകെ അത്യാവശ്യം അലമ്പ് മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. അതുകൊണ്ട് അധികം എങ്കിലും അവിടെ നൊസ്റ്റാൾജി അടിക്കാനുള്ള എല്ലാ അവകാശങ്ങളെയും നമ്മൾ വകവെച്ച് തരുന്നു. നൊസ്റ്റാൾജി അടിക്കുകയും വേണം. ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത്. അതിൻ്റെ
വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടിഞ്ഞത്. വലിയ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം ശ്യാമിൽ നമുക്ക് വിവരം എടുക്കുകയും ചെയ്യാം. ഇവിടെ വേറെ പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നു പ്രശ്നം? രഘുനന്ദനൻ, ഉന്നത പദവിയിലിരിക്കുന്ന ഗവർണർ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്ന രീതിയിൽ ഇതുപോലെ കാണിക്കുന്നത് ശരിയാണോ എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം ചോദിക്കുന്നു. ചേട്ടാ, പക്ഷേ ഗവർണർ നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങളിൽ, അത്യാവശ്യം ഗവർണറെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം, ദീർഘവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു, BSPക്കൊപ്പം ഉണ്ടായിരുന്നു, മായാവതിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ BSP പിന്നീട് ഗുജറാത്ത് കലാപത്തിൽ BJPയുമായി ഏതാണ്ട് കൂട്ടുകൂടുതൽ പ്രതിഷേധിച്ച് BSPയിൽ നിന്ന് ഇറങ്ങുന്നു. ഒരിക്കൽ BJPയിൽ വന്നു, പിന്നീട് വീണ്ടും BJPയോട്ട്, പിന്നെയും BJPയിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ബഹുഭൂരിപക്ഷം പല രാഷ്ട്രീയ പാർട്ടികൾ വളരെ സജീവമായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഗവർണർ ഇപ്പോൾ ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭൂതകാലത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് നവകേരള സദസ്സിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ മന്ത്രി AK ശശീന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ മുതൽ നേരിയ ക്ഷീണമുണ്ടായിരുന്ന മന്ത്രിക്ക് വൈകിട്ട് രക്തസമ്മർദ്ദം ഉയരുകയായിരുന്നു. ശരീരത്തിൽ സോഡിയം കുറഞ്ഞതിനെ തുടർന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രി K കൃഷ്ണൻകുട്ടി വീണ്ടും നവകേരള സദസ്സിൽ പങ്കെടുത്തു തുടങ്ങുകയും ചെയ്തു. വാഗേരിയിലേത് നരഭോജി കടുവയാണെന്ന് കണ്ടെത്തുന്നു. വയനാട് വാഗേരി കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവ എന്ന് സ്ഥിരീകരിക്കുന്നു. കൂടല്ലൂരിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലും ഇറങ്ങിയത് എന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. വനം വകുപ്പ് പരിശോധന തുടരുകയുമാണ്. ഈ കടുവ പക്ഷേ കാണാമറയത്താണ്. കഴിഞ്ഞ അർദ്ധരാത്രി കടുവ കൊന്നത് വാഗയിൽ സന്തോഷിന്റെ ആശ്രയമായിരുന്ന പശുക്കളിൽ ഒന്നിനെ. കയറ് പൊട്ടിച്ച ശേഷം പശുവിനെ വലിച്ചു കൊണ്ടുപോകുന്ന കടുവയെ കണ്ട നടുക്കത്തിലാണ് സന്തോഷും കുടുംബവും. കാരണം ഇങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം 2 ദിവസം മുമ്പ് ഈ വയലിൽ, തൊട്ടടുത്ത് ഈ വയലിൽ കാൽപ്പാട് കണ്ടു എന്ന് ആളുകൾ ആശങ്ക പറയുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. കുറച്ചും കൂടെ സീരിയസ് ആയി എടുത്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം, കാരണം സാധാരണക്കാരനായ കർഷക കുടുംബമാണിത്, അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. അതാണ് ആ പശുവിനെയാണ് കടുവ കൊന്നിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സ്ഥലത്ത് RRT സംഘം പരിശോധന നടത്തി. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ തുടരുന്നുണ്ട്. പശുവിന്റെ ജഡം കൂട്ടിൽ വെച്ച് കടുവയ്ക്കായി കെണിയൊരുക്കാനാണ് നീക്കം. 2 കൂടുകൾ സ്ഥലത്തെത്തിച്ചു. ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ RRT സംഘവും വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കല്ലൂർക്കുന്ന്. പശുവിനെ കൊന്നത് നരഭോജി കടുവ എന്ന് വ്യക്തമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഭീതി വിതച്ച് നരഭോജി കടുവ. തെരച്ചിലിന്റെ 8ാം നാൾ. കടുവ പിടിയിലാകുമെന്നും വെടിവെച്ചു കൊല്ലുമെന്നുമുള്ള പ്രതീക്ഷയിൽ നാട്ടുകാർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിശദാംശങ്ങളുമായി വാഗേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുകയാണ്. സുർജിത്ത്, ഇടയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ അത് ഈ പറഞ്ഞ ക്യാമറ ട്രാപ്പിലൊക്കെ പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ആശാൻ എവിടെയാണ് എന്നത് ഏതാണ്ട് പൂർണ്ണമായി അജ്ഞാതമാണോ സുർജിത്ത്? ഇടയ്ക്ക് ക്യാമറ ട്രാപ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല RRT സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് വനമേഖലയിലും തോട്ടം മേഖലയിലും അരിച്ചു പെറുക്കുന്നുണ്ട് വനം വകുപ്പ്. പക്ഷേ എന്നിട്ടും കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്, എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. കുങ്കിയാനകളെ ഇറക്കി എന്നിട്ടും പരിശോധന നടത്തി. ഈ കടുവ മുന്നിലെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഏതാണ്ട് ഈ യുവാവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കല്ലൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് കടുവ. നേരത്തെ 2 ദിവസം മുമ്പ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്നും പഗ്മാർക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത് ആ കടുവയല്ല ഈ കടുവ എന്നാണ്. പക്ഷേ ഇന്നലെ ഈ കടുവ വീണ്ടും ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവ വീണ്ടും എത്തുകയാണ് ഉണ്ടായത്. ഏക ആശ്രയമായിരുന്നു, അതായത് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും സാധാരണ നിലയിലുള്ള കുടുംബമാണ് വാഗയിൽ സന്തോഷിൻ്റെ കുടുംബം. ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കണ്ണു കാണാത്തൊരു പിതാവ്
പിതാവുണ്ട്, വൃദ്ധയായ ഒരു മാതാവുണ്ട്, ഭാര്യ, 2 മക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കുടുംബം, സന്തോഷിൻ്റെ കുടുംബത്തിലുള്ളത്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ പശു വളർത്തലും. 2 പശുക്കളുണ്ട്, അതിൽ 2 പശു വളർത്തലും ഒപ്പം തന്നെ ആട് വളർത്തലുമാണ്. അതിൽ 2 പശുക്കളിൽ ഗർഭിണിയായ പശുവിനെ, കന്നിച്ചനെയാണ്, ആ പശുവിനെയാണ് ഇപ്പോൾ ഈ കടുവ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ നഷ്ടം തന്നെയാണ് കുടുംബത്തിനുള്ളത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംഗതികൾ വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ കൂട്ടിലാക്കണം. ഇത്ര ദിവസമായിട്ടും കടുവയെ കൂട്ടിലാക്കാൻ കഴിയുന്നില്ല, പിടികൂടാൻ കഴിയുന്നില്ല. വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഉത്തരവുണ്ടായിട്ടും ആ നടപടിയിലേക്ക് കടക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചും അവർ ജാഗരൂകരായി ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ നോർത്തേൺ CCF ആയിട്ടുള്ള KSDവയും അതോടൊപ്പം തന്നെ DFO ആയിട്ടുള്ള ഷജ്ന കരീമും പൂർണ്ണമായ സമയം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കടുവ എത്തുന്നില്ല മുന്നിൽ എന്നുള്ളതാണ്. അങ്ങനെ മുന്നിൽ ഉചിതമായ ഒരു സന്ദർഭം കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ വെടിവെച്ച് വീഴ്ത്താനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഏറ്റവും ഒടുവിലാണിപ്പോൾ ഒരു പരീക്ഷണം വനംവകുപ്പ് നടത്തുന്നത്. ഈ പിടിച്ച് കൊന്ന കടുവയെ ഇരയായി കൂട്ടിൽ വെക്കുന്നു, 2 കൂടുകൾ മേഖലയിൽ സ്ഥാപിക്കുന്നു. ആ കൂട്ടിൽ വെച്ച ശേഷം അത് കടുവ ആകർഷിച്ചെത്തും എന്നുള്ള തരത്തിലുള്ള ഒരു കരുതൽ പ്രതീക്ഷ, അതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ കടുവയെ കൂട്ടിലാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ആ ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും കണ്ണി കണ്ട തട്ടിക്കളയും എന്നാണ് പ്ലാൻ എന്നറിയാൻ തോന്നുന്നു കടുവയ്ക്ക്. കടുവ അങ്ങ് മുങ്ങി നടക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇതിൻ്റെ ആളെ കൊന്നതിനപ്പുറത്ത് പോയിട്ട് പശുവിനെയൊക്കെ കൊല്ലുന്നുണ്ട്. ഏതാണ്ട് ആ മേഖലയിൽ സജീവമായി ഉണ്ട്. പക്ഷേ നമ്മുടെ തോക്കിൻ്റെ മുമ്പിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. ബുദ്ധിയുള്ളവരുവാൻ തോന്നുന്നു. അതിനിടയിൽ പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അയ്യോ, ആനയെ പിന്നീട് തളച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരാളെയൊക്കെ തള്ളി താഴെ ഇടുന്നൊക്കെ ഉണ്ട്. എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, അധികം പ്രശ്നം ഉണ്ടാക്കാതെ തളയ്ക്കാൻ പറ്റി തോന്നുന്നു അല്ലേ? തീർച്ചയായും ഹാഷ്മി, ആനയുടെ കാലുകളിൽ കൂച്ചുവിലങ്ങിട്ട് തളച്ച് തന്നെയാണ് ആനയെ എഴുന്നള്ളത്തിനായി കൊണ്ടുപോയിരുന്നത്. പിൻകാലുകളിൽ കൂച്ചുവിലം ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ആനയ്ക്ക് ഓടാനോ മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കാനോ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് ആനയുടെ പുറത്ത് എഴുന്നള്ളത്തിന് ഇരുന്നിരുന്ന പൂജാരിയും അയാളുടെ സഹായിയും ഉൾപ്പെടെ നിലത്ത് വീണ ശേഷവും രക്ഷപ്പെട്ടത്. നിലവിൽ ആനയെ ശാന്തനാക്കുകയും ആനയെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധിച്ച ശേഷം ആനയെ അവിടെ നിന്ന് മാറ്റുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള ആദികേശവൻ എന്ന ആനയാണ് പനമ്പുകാട് അമ്പലത്തിലെ ഉത്സവത്തിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എനിക്കൊന്ന് ആനയുടെ കാലിനിടയിൽ ഒരാൾ വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്യാം, ഉണ്ടോ? അതോ ആനയുടെ പുറത്തിരുന്ന പൂജാരിയും ആ സഹായിയുമാണ് ആനയുടെ പുറത്തു നിന്ന് ആന തലകുലുക്കി അത് 2 പേരെയും കുലുക്കി നിലത്തേക്ക് ഇടുന്നത്. പക്ഷേ അവർ 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷ മാറുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. ആനയെ നിലവിൽ തളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. പനമ്പുകാടാണ് സംഭവം ഉണ്ടായത്. ആന അതിൻ്റെ പുറത്തിരുന്ന് 2 പേരെ കുലുക്കി താഴെ ഇട്ടു. എന്തായാലും ചവിട്ടൊന്നുമുള്ളത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആയുസിൻ്റെ ബലം എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇതാ ഇവിടെ ഒരു പ്രേക്ഷക ഷൈനചിത്ര പറയുന്നു, ഇന്നലെ DB നൈറ്റിനെ ആവേശത്തിൽ ആറാടിച്ച നൃത്ത വൈഭവത്തിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്ന് പറയുകയാണ്. അത് ഉറപ്പായും കളിയാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ DB നൈറ്റിൽ നമ്മുടെ പ്രജിൻസി കണ്ണനാവട്ടെ, നമ്മുടെ ശ്രീനിതയാവട്ടെ, അനശ്വരയാവട്ടെ, എന്തിനാ PP ജെയിംസ്, നമ്മുടെ ജെയിംസ് സാറൊക്കെ അസാധ്യമായി തകർത്ത് ഡാൻസ് കളിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന 1-2 സ്റ്റെപ്പ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ക്ഷമി, കളിയാക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ 59 വയസ്സുകാരി അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു. പീഡനം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പാണ് പ്രതിയെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത്. ഇക്കഴിഞ്ഞ 13-ാം തീയതി രാത്രിയാണ് പൊന്നൂരിന്ന് റെയിൽവേ ട്രാക്കിന് സമീപം പരിക്കേറ്റ നിലയിൽ സ്ത്രീയെ പ്രദേശവാസികൾ കണ്ടെത്തുന്നത്. ഒരു 8:45 അവിടെ ഒരു ഒച്ചേട്ടാ പോണ ആ ചേച്ചി അവിടെ കിടക്കണായിരുന്നു. അത് പറഞ്ഞു ഉപദ്രവിച്ചെന്ന് പറഞ്ഞു, പണിക്ക് വേണ്ടി വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞ റെയിൽവേ വേണ്ടി. തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി ഉപദ്രവിച്ചതായി സ്ത്രീ പോലീസിന് മൊഴി നൽകി. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പിൽ അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് പ്രതിയിലേക്ക് എത്തുന്നതിൽ നിർണായകമായത്. ഫേസ്ബുക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രതി ഇതേ ചെരുപ്പിട്ട് നിൽക്കുന്ന ഫോട്ടോ പോലീസിന് പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ലഭിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയും സ്ത്രീയും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെ മഫ്തിയിലുള്ള പോലീസ് സംഘം പ്രതിയുടെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി. ഒടുവിൽ എറണാകുളത്ത് നിന്ന് അറസ്റ്റ്. കഴിഞ്ഞ 10 വർഷമായി എറണാകുളത്ത് താമസിക്കുന്ന പ്രതിക്ക് മലയാളം നന്നായി വഴങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ രക്ഷപ്പെടാൻ അവസരം നൽകാതെ പ്രതിയെ വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചത് അന്വേഷണ സംഘത്തിന്റെ നേട്ടമാണ്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യാനും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.
അതാ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ എം എസ് ഗോപികൃഷ്ണനാണ് വെല്ലുവിളിക്കുന്നത്. തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാം എന്നാണ് വെല്ലുവിളി. ഫേസ്ബുക്ക് കമന്റിലൂടെ വെല്ലുവിളിയും തെറിവിളിയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങളെന്ന് നമുക്ക് ഷഫീദിനോട് അല്പസമയത്തിനകം ചോദിക്കാമെന്ന് കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ അത് അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നത് ഫേസ്ബുക്കിലോടൊക്കെ വെല്ലുവിളിക്കുക, വാടാ കാണാം എന്നൊക്കെ തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെയുള്ളത് ചെയ്യുന്നവർ തന്നെ ആലോചിക്കട്ടെ. എന്തായാലും ആ പോക്ക് നല്ല പോക്കല്ല എന്ന് മാത്രം പറയുകയാണ്. ഇത് അഖിൽ നായർ പറയുന്നു. അണ്ണാമല യൂണിവേഴ്സിറ്റിയും UGCയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചൊരു വാർത്ത നൽകിയൊരു ഉപകാരമായിരുന്നു. നേരത്തെ ആ പ്രശ്നമാണോ അഖിലെ? എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റിന് കേരളത്തിൽ സർവകലാശാല അംഗീകരിക്കുന്നില്ല എന്നാ പ്രശ്നമാണോ, അതോ പുതിയ പ്രശ്നമുണ്ടോ? എന്തായാലും ഒന്നുകൂടി വിശദമായി പറയുക. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിരുന്നവരാണ്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ഷൈനി ചിത്ര കളിയാക്കിയതല്ല, ആ വൈബിൽ ആരായാലും കളിച്ചു പോകും. സത്യം, ആ വൈബിൽ കളിച്ചു പോകും. അതുകൊണ്ടാണ്. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറുകൾ ഉടൻ ഉയർത്തും. 2.5-ക്ക് 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുക. സമീപവാസികൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ. അപ്പോൾ ഇന്നലെയൊക്കെ ഉള്ളതുപോലെ തന്നെ സാമാന്യം കടുത്ത മഴ ഉണ്ടാകും ഈ ദിവസങ്ങളിൽ എന്നതല്ലേ മുന്നറിയിപ്പ്? തീർച്ചയായും ഹാഷ്മി, കാരണം തെക്കൻ കേരളത്തിൽ ഇന്ന് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാകുമെന്ന സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ പൊതുവെ ശക്തമായ മഴയായിരിക്കും ഇന്ന് ലഭിക്കുന്നത്. ശ്രീലങ്കൻ തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്താലാണ് തെക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നത്. മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ടാണ് തീരമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഒപ്പം മലയോര മേഖലകളിലുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. യെല്ലോ മുന്നറിയിപ്പാണെങ്കിലും മലയോര മേഖലകളിലുള്ളവർ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. നാളെ നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മഴ മുന്നറിയിപ്പിൽ വരും മണിക്കൂറുകളിൽ മാറ്റമുണ്ടായേക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. പക്ഷെ അല്പസമയം മുമ്പ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നഗരമേഖലകളിൽ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കഴക്കൂട്ടം പൗണ്ട് കടവിന് സമീപം താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ തരത്തിലൊരു വെള്ളക്കെട്ട് ഭീഷണി തിരുവനന്തപുരം നഗരത്തിൽ നിലനിൽക്കുന്നില്ല. എന്തായാലും ജാഗ്രത വേണമെന്നതാണ് ജില്ലാ കളക്ടർ അടക്കം പറയുന്നത്. ഹാഷ്മി, MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്ന് ജാഗ്രത പാലിക്കുക, സുരക്ഷിതമായിരിക്കുക. മത്സ്യബന്ധന കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളും മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. തെങ്കാശി, മണിമുത്താർ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പരിസര പ്രദേശങ്ങൾ. തൂത്തുക്കുടിയിൽ സാത്താൻകുടി നഗരത്തിൽ വ്യാപക വെള്ളക്കെട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് നേരത്തെ ചെന്നൈ നഗരത്തിലേക്കുള്ള വലിയ വെള്ളക്കെട്ട്. അടിയന്തര രക്ഷാദൌത്യത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. മുരളീധരൻ പറയുന്നു വെട്ടിക്കവല ഭാഗത്ത് നല്ല മഴ ഉണ്ടെന്ന് പറയുന്നു. പത്തനംതിട്ടയിൽ വലിയ മഴയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ എറണാകുളത്തും അത്യാവശ്യം അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണേൽ പൊട്ടി വീഴാം എന്ന നിലയ്ക്ക് ഇങ്ങനെ അവിടെ മഴ ഇങ്ങനെ കനത്ത് നിൽപ്പാണ്. അപ്പോൾ പാൻ കേരള അത്യാവശ്യം മഴയുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു. വിനിത നന്ദനം പറയുകയാണ്, എന്തിനാണ് സ്ക്രീൻ മറയുന്ന തരത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്നത്? കാര്യമായി ന്യൂസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നു. നോക്കാം വിനിത, അതിന് ശ്രദ്ധിക്കാം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
അത് ബിജു മേച്ചർ ചോദിക്കുകയാണ്. ഹായ് ഹാഷ്മി, കേന്ദ്ര സർക്കാരിൻ്റെ കടം എത്ര എന്ന് കൃത്യമായി കണക്ക് വെച്ചെന്ന് പറയാമോ? ബജറ്റിൻ്റെ പുറത്തുള്ള കടം എത്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഫിഗേഴ്സ് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ പൊതുകടം നോക്കിയാലും ആളോഹരി കടം നോക്കിയാലും ഒട്ടും കുറവില്ല എന്ന് മാത്രമല്ല, ആ കടവും വെച്ചടി മുകളിലേക്ക് തന്നെയാണ്, വെച്ചടി കയറ്റം തന്നെയാണ്. വീണ്ടും കോവിഡ് ഭീതി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം. 302 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് ഉപവകഭേദമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ 1523 പേരാണ് കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണവും. ഈ മാസം 9 പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. JN1 എന്ന പുതിയ കോവിഡ് വകഭേദമാണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്, അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട്, പക്ഷെ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കടുത്ത ചുമ, തൊണ്ടയിലെ അസ്വസ്ഥത, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയാണ് പനി ബാധിതരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. വാക്സിൻ പ്രതിരോധമുള്ളതിനാൽ വൈറസ് ഗുരുതരമാകുന്നില്ല. എന്നാൽ പ്രായമായവരും ഗർഭിണികളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. കഴിഞ്ഞ കുറച്ച് നാളായി അന്നേ പറയുന്നുണ്ടായിരുന്നു ഈ കോവിഡ് മൊത്തത്തിൽ സമൂഹത്തിൽ നിന്ന് പോകാൻ പോകുന്നത്, നമ്മൾ അതുമായി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയുള്ളൂ എന്ന് അന്നേ ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ശരി തന്നെയാണത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുതിച്ചു വരികയാണ്. കോവിഡിൻ്റെ ഉപവകഭേദമായ JN1 ആണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഈ JN1 എന്നറിയാം. അഖിലശ്രീ ജെ തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ്. ഒമിക്രോണിന്റെ ഉപഭേദമായ BA.286 അഥവാ പിറോള വൈറസ് വകഭേദത്തിന്റെ പിൻഗാമിയാണ് JN1. പ്രതിരോധശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള വൈറസാണിത്. ലക്സംബർഗിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഈ വകഭേദം നിരവധി രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. 3 മാസങ്ങൾക്കിപ്പുറം അമേരിക്കയിൽ കോവിഡ് കേസുകൾ 29% ഉയർന്നു. കേരളത്തിലും പുതിയ വകഭേദമാണ് സ്ഥിരീകരിച്ചത്. ഡിസംബർ 8 തിരുവനന്തപുരത്തെ കരകുളത്തുനിന്ന് ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത്. ഇൻഫ്ലുവൻസയ്ക്ക് സമാനമായ ലക്ഷണങ്ങളാണ് രോഗബാധിതർക്കുള്ളത്. ആദ്യ തരംഗത്തിലുണ്ടായിരുന്ന രുചിയും മണവും നഷ്ടമാകുന്ന ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകത്താകമാനം BA.286 3608 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ടെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. പേടിക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ജാഗ്രതാ കാലത്തിലേക്ക് മടങ്ങണം. ആൾക്കൂട്ടങ്ങളിലേക്കൊക്കെ പോകരുതെന്ന് സർക്കാർ പറയുന്നില്ല. അത് എന്താണോ നമ്മുടെ ഭരണകൂടം പറയുന്നത് അതേപോലെ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായി നമ്മൾ കാണിക്കേണ്ട കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും ഉപദ്രവമില്ല, ദോഷമില്ല ചെയ്യാവുന്നതാണ്. അത് വീണ്ടും ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതേ പറയാനുള്ളൂ. പിന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നു, സാബു വർഗീസ്, രാവിലെ 8:15 അയർലൻഡിൽ ഇരുന്ന് ഹാഷ്മി കാണുന്നു ഞാൻ. ഹായ് സാബു, ഹായ് അയർലൻഡ്. ജനിയ ജാനി പറയുകയാണ്, ഫേസ്ബുക്കിലൂടെ മാത്രമല്ല തെറി വിളിച്ചാൽ തിരിച്ചു വിളിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹാഷ്മി ഒരാൾ തെറി വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വിളിക്കില്ലേ? നമ്മൾ വിളിക്കുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് സർവീസ് ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. മാത്രമല്ല തടയാൻ വാ, കാണാം എന്നൊക്കെ പറയുന്നത് വെറുതെ പ്രകോപനം ഉണ്ടാക്കലല്ലേ? നാട്ടിൻ്റെ സമാധാനം വെറുതെ ഇല്ലാതാക്കേണ്ടതുണ്ടോ? ആ ആശങ്കയിൽ നിന്ന് പറഞ്ഞതാണത്. എന്തായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്, എന്താണ് അതിൻ്റെ പ്രകോപനം എന്നൊക്കെ നമുക്ക് ഷഫീദിനോട് അല്പസമയത്തിനകം ചോദിക്കുകയും ചെയ്യാം. നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ പാർലമെന്റിലെ പുകയാക്രമണം അത് അതീവ ഗുരുതരമാണെന്ന് പ്രധാനമന്ത്രി ഒടുവിൽ പറയുകയാണ്. പാർലമെന്റ് ആക്രമണം അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി. വിശദ പരിശോധന നടത്തും. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. നാളെ പാർലമെന്റ് ഇരുസഭകളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യപ്രതി ലളിത് ഝാ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പ്രതിരോധമുയർത്താനാണ് പ്രധാനമന്ത്രി വിഷയത്തിലെ നിലപാട് ആവർത്തിച്ചത്. അത്യന്തം ഗൗരവകരമാണ് സംഭവം. എല്ലാ വശങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായുണ്ട്. ഇതിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രതിപക്ഷ സമീപനം ഉചിത താൽപര്യങ്ങൾക്ക് ചേരുന്നതല്ല. ഒരു ഹിന്ദി ദിനപത്രത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കൽ. മറുവശത്ത് പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ സ്പീക്കർ ആരംഭിച്ച അനുനയ നീക്കങ്ങൾ തള്ളുകയാണ് പ്രതിപക്ഷം. സ്പീക്കറുടെ കത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ലെന്ന് അവർ വിലയിരുത്തി. നാളെ മുതൽ സഭ പൂർണ്ണമായി സ്തംഭിപ്പിക്കും വിധം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. ആക്രമണ വിഷയത്തിൽ മറുപടി പറയാൻ അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട്
ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷ കക്ഷികൾ കത്തും നൽകി. മറുവശത്ത് പാർലമെന്റ് ആക്രമണ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ലളിത് ഷാ നശിപ്പിച്ച ഫോണിന്റെ ഭാഗങ്ങൾ ഡൽഹി പോലീസ് രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തി. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികളുടെ മൊഴികളും അന്വേഷണ സംഘം അംഗീകരിക്കുന്നില്ല. യാദൃശ്ചികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് പോലീസ് വിലയിരുത്തി. സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ടെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെയും ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഹാരിസൺ ഹെൻറി പറയുന്നു കൊല്ലം കുണ്ട്രയിൽ നല്ല മഴയാണെന്ന് പറയുന്നു. ഇവിടെ സുബിൻ മോൻ പറയുന്നു പത്തനാപുരത്ത് ശക്തമായ മഴ. കബീർ പറയുന്നു കലഞ്ഞൂർ നല്ല മഴ. എനിക്ക് തോന്നുമ്പോൾ നമ്മൾ ഉച്ച കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗത്തേക്കും അത്യാവശ്യം സാമാന്യ ഭേദപ്പെട്ട മഴയുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഈ പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ നീലം ആസാദിനെ കുറിച്ച് പറയാൻ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. പഠനത്തിൽ അസാമാന്യമായ മികവ് പുലർത്തിയിരുന്ന, നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന നീലത്തെ മാത്രമേ അവർക്കറിയൂ. പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും എന്നാൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണത്തെ പിന്തുണയ്ക്കുന്നുവെന്നും സഹോദരൻ റാം നിവാസ് 24-നോട് പറഞ്ഞു. ഹരിയാനയിലെ ഗസബ് കൂർദിലെ ഗ്രാമവാസികൾ നീലം ആസാദിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കും. അവർക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഗ്രാമം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുൻപന്തിയിലുണ്ടായിരുന്ന നീലമിനെ കുറിച്ചാണ്. പാർലമെന്റ് അതിക്രമത്തിലെ നീലത്തിന്റെ പങ്ക് ഞെട്ടലോടെയാണ് ഗ്രാമം കേട്ടത്. പാർലമെന്റിനകത്ത് നീലം നടത്തിയ പ്രതിഷേധത്തെ വീട്ടുകാർ പിന്തുണയ്ക്കുന്നില്ല. പ്രതിഷേധത്തിന്റെ കാരണത്തെ മാത്രമാണ് അവർ പിന്തുണയ്ക്കുന്നത്. संसद में काम किया है, मैं उसके बिल्कुल निंदा करता हूँ कि उन्होंने जो ये कदम उठाया है, मैं उससे सहमत नहीं हूँ. लेकिन जो उन्होंने मुद्दा उठाया है भ्रष्टाचार को लेके, बेरोजगारी को लेके, मैं उसके सराहना करता हूँ. वो बिल्कुल सही उठाया है. നീലത്തിന്റെ ജീവിതത്തിൽ ഭഗത് സിംഗിന്റെയും അംബേദ്കറിന്റെയും ആശയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് കുടുംബം പറയുന്നു. പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ടോ ഒപ്പമുണ്ടായിരുന്നവരെക്കുറിച്ചോ ഒരക്ഷരം പോലും നീലം പറഞ്ഞിരുന്നില്ലെന്നും സഹോദരൻ പറഞ്ഞു. നീലത്തെ മോചിതയാക്കണമെന്ന് ഈ ഗ്രാമം ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന ഓരോ കുട്ടികളുടെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ 4 മടക്കി അലമാരയിൽ സൂക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലെന്നാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. ഹരിയാനയിലെ ഗസബ് കൂർദിൽ നിന്നും ക്യാമറമാൻ ജോഗേഷിനോടൊപ്പം ആർ അച്യുതൻ, 24. ഹരിയാനയിൽ നിന്ന് ആർ അച്യുതൻ ചെയ്യുന്നു. അച്യുതൻ ജയ് ഭീം എന്നൊരു മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു അന്ന് നീലം. അപ്പോൾ അംബേദ്കറിസ്റ്റ് ആശയങ്ങൾ, അംബേദ്കറെ വായിച്ച് ഇപ്പോൾ ആ വീട്ടിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അത്യാവശ്യം വായനാശീലമൊക്കെയുള്ള, സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുന്ന, ആ പ്രതിഷേധ രീതി തെറ്റിപ്പോയെങ്കിലും പ്രതിഷേധിക്കാനുണ്ടായ കാരണങ്ങൾ വിലക്കയറ്റത്തിൽ അല്ലെങ്കിൽ റോസ്ഗാർ ഇല്ലാത്തതിൽ ഒക്കെ ഉള്ള പ്രതിഷേധമായി തന്നെ അതിനെ നാട്ടുകാർ കാണുന്നുണ്ടോ? ആ പ്രതിഷേധത്തെ അവർ പൂർണ്ണമായി തള്ളിപ്പറയുമ്പോഴും അച്യുതൻ പ്രതിഷേധ രീതിയെ ഹാഷ്മി, തീർച്ചയായിട്ടും പ്രദേശവാസി ഗ്രാമവാസികൾ പോലും പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നക്കാരിയായല്ല നീലം ആസാദിനെ കുറിച്ച് അവർ വിലയിരുത്തുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ പഠനത്തിലായിരുന്നാലും അതിനുശേഷം നാട്ടിലെ പൊതുപ്രശ്നങ്ങളിലായിരുന്നാലും അതിന് പരിഹാരം കാണുന്നതിലെല്ലാം മുൻപന്തിയിൽ നിന്ന് നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു 37-കാരിയായ നീലം ആസാദ്. ഈ വാർത്ത പോലും അവർക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം ന്യൂസ് ചാനലുകളിലൂടെ നീലം ആസാദിന്റെ പേര് ഈ പാർലമെന്റിൽ അതിക്രമിച്ച് കയറിയതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു. ആ നാട്ടുകാർ തന്നെയാണ് വീട്ടുകാരെ ഈ കാര്യം അറിയിക്കുന്നതും അവരും ഈ നാട്ടുകാർക്കൊപ്പം ഈ വിവരം അറിയുന്നതും. എന്തായാലും വീട്ടുകാർ പറയുന്നത് ആ പാർലമെന്റിനകത്ത് കയറി പ്രതിഷേധിച്ച രീതി അവർ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ആ കാരണത്തെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും അവരനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നവരെ ഈ ഭീകരവാദിയായി മുദ്ര കുത്തരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി അവർ പറയുന്നുണ്ട്. എല്ലാ ആളുകളും പ്രതിഷേധിക്കുന്നുണ്ട്. ഓരോ കാര്യമുയർത്തി എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. ഈ കിസാൻ കർഷക സംബന്ധമായിട്ടുള്ള സമരങ്ങളിലായിരുന്നാലും തൊഴിലാളികളുടെ സമരങ്ങളിലായിരുന്നാലും അതിലെല്ലാം സജീവ പങ്കാളിത്തമായിരുന്നു നീലം ആസാദിന്റെ സഹോദരൻ കൂടി നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള അറിവും കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഒപ്പം അറസ്റ്റിലായവരെ കുറിച്ചും യാതൊന്നും തന്നെ അറിയില്ല എന്നുള്ളത് തന്നെയാണ് സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത ഈ ഗ്രാമവാസികളെ കൂടിയാണ് ഞെട്ടലാക്കിയിരിക്കുന്നത്. ഒപ്പം അവർ ആവർത്തിക്കുന്നത് അത്തരത്തിലൊരു പ്രശ്നക്കാരിയല്ല, സാധാരണ വിഷയങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നീലം ആസാദ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അത്തരത്തിലൊരു പ്രതികരണ ശേഷിയുണ്ട്, ആക്ടിവിസ്റ്റ് ലൈനാണ് എന്ന് പറഞ്ഞാൽ അവർ പ്രതിഷേധിച്ച് വിലക്കയറ്റത്തിനെയും ജോലിയില്ലായ്മയും യുവാക്കളുടെ പ്രശ്നത്തിലാണ്. പക്ഷേ പാർലമെന്റിനകത്ത് കടന്നുള്ള പുകയാക്രമണ പ്രതിഷേധ രീതി അത് ശരിയല്ല എന്നവർ പറയുന്നു. പക്ഷേ ആ പ്രതിഷേധ കാരണത്തെ അവർ ചേർത്ത് പിടിക്കുന്നുമുണ്ട്.
അപ്പോൾ എന്തായാലും അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ഫേസ്ബുക്കിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള MS ഗോപികൃഷ്ണന്റെ വെല്ലുവിളി. മുഖ്യമന്ത്രിയെ തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്നു തരാമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വെച്ചിരുന്നു. ഷഫീദ്, എന്താണ് ഫേസ്ബുക്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഈ വെല്ലുവിളിക്ക് കാരണം? വാടാ കാണിച്ചു തരാം എന്നുള്ള വെല്ലുവിളിക്ക് കാരണം? ഹഷ്മി, തിരുവനന്തപുരം കടയ്ക്കൽ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശം തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയും തെറിപ്രയോഗവും. കേട്ടാലറയ്ക്കുന്ന തെറിയും അതേപോലെ തന്നെ വെല്ലുവിളിയും. അതായത് നിലവിൽ ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നു. അതിനെ ലാത്തി കൊണ്ട് നേരിടുന്ന കാര്യങ്ങൾ ആലപ്പുഴയിലടക്കം കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളിക്കുകയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാം എന്നുള്ളതാണ് വെല്ലുവിളി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള MS ഗോപികൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഈ കമന്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും ഒടുവിൽ വളരെ മോശമായ ഭാഷയിലുള്ള തെറിവിളി പ്രയോഗം അടക്കമുള്ള കാര്യങ്ങളും ഇതിൽ കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളിയും തെറിപ്രയോഗവും ഉണ്ടായിരിക്കുന്നത്. ഹഷ്മി, എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോസ്റ്റിനെ കൊണ്ട് കമന്റ് ഇടുകയാണോ നമ്മുടെ ഈ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഷഫീദ്? ഹഷ്മി, പ്രാദേശികമായി ആ നാട്ടിലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു. അതായത് ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഒരു വിവരാവകാശ പ്രവർത്തകൻ. അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടടക്കമുള്ള കാര്യങ്ങളിൽ വിവരാവകാശം തേടിയിരുന്നു. അതിനൊന്നും മറുപടിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച വിവരാവകാശം. ഇതടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഈ ലഭിച്ച വിവരാവകാശം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, വിശദമായ ഒരു കുറിപ്പും ഇട്ടു. അതിനടിയിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി. സുരക്ഷാ ഉദ്യോഗസ്ഥനും ആ ഭാഗത്തുള്ളയാളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രാദേശികമായി നടന്ന ആ ഒരു സംഭവം. പക്ഷേ അതിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു. ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരനെ പോലീസിന് മുമ്പിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലത്തിട്ട് ചവിട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിൽ കല്ലിയൂർ തന്നെ പുറത്തിറങ്ങി ലാത്തികൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടുന്നടക്കം വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും അത് പരസ്യമായിട്ടുള്ള പ്രതികരണമായി പുറത്തു വരികയും ചെയ്തൊരു സാഹചര്യം. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്റെ ഇങ്ങനെയുള്ളൊരു വെല്ലുവിളി. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞാൽ അന്ന് കാണിച്ചു തരാം എന്നുള്ള വെല്ലുവിളി പരസ്യമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കമാൻഡോ സംഘത്തിലില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉള്ളയാളാണ് അദ്ദേഹം. ഷഫീദ്, ഇവർക്ക് ഈ സർവീസ് ചട്ടം അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ ഈ അത്തരത്തിലുള്ള വെല്ലുവിളി പ്രതികരണമൊക്കെ നടത്താൻ പാടുള്ളതാണോ അവരുടെ ഡ്യൂട്ടിപരമായി തന്നെ അവർ? ലക്ഷ്മി, അങ്ങനെ ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഇവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടതാണ് തെരുവിൽ ഒരിതുമില്ലാതെ യൂണിഫോം ഇല്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ലാത്തി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തലക്കടിക്കുന്നത്. അതിനെപ്പോലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നടങ്കം ന്യായീകരിക്കുന്നതിനിടെ സ്വാഭാവികമായും ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഗൗരവം അത് വളരെ വലുതാണ്. മാത്രവുമല്ല എന്തും ചെയ്യാം എന്നുള്ള ചില ലൈസൻസുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള ചോദ്യം അത് ഉയരുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉടൻ തന്നെ പ്രതിപക്ഷം പരാതിപ്പെടും എന്നുള്ളതും നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. കാശ്മീർ ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം പിടിച്ചുമാറലൊക്കെ ഉണ്ടാകുമ്പോൾ പോലും പോലീസ് പിടിച്ചു മാറ്റിയ ഒരാളെ ഒരു ഗൺമാൻ ഇറങ്ങി അച്ചാലും മുച്ചാലും എന്നൊക്കെ പറയുന്ന മട്ടിൽ ഒരു മര്യാദയില്ലാതെ അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ വേറൊരു ഗൺമാൻ അല്ലെങ്കിൽ വേറെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പ്രകോപനം ചെയ്യുന്നു. ഇതിനെയൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്തനാർക്കിയുമാകാം എന്നൊരു സന്ദേശം അവിടെ നൽകുന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ല എന്ന് മാത്രം ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം അത് ഏതളവിൽ ഈ പ്രകോപനവും ഇപ്പോൾ തെരുവിൽ അതിനെ ചെറുക്കാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്തൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ അത് വർദ്ധിപ്പിക്കും. അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ യുവമോർച്ച വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമമുണ്ട്. ചെറിയൊരു സംഘർഷം അവിടെ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. CPIയിൽ ചില പ്രശ്നങ്ങളുണ്ട്. K. ഇസ്മായിലിനെ തള്ളി P. പ്രസാദ്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയതിലുള്ള K. ഇസ്മായിലിന്റെ വിമർശനം തള്ളുന്നു മന്ത്രി P. പ്രസാദ്. സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ബിനോയ് വിശ്വത്തെ നിശ്ചയിച്ചതെന്നും തീരുമാനമായതിൽ അസ്വാഭാവികതയില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്നായിരുന്നു K. ഇസ്മായിലിന്റെ പ്രതികരണം. കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ CPIയിൽ ആഭ്യന്തര കലഹമെന്ന പ്രതീതി പരത്തുന്നതായിരുന്നു മുതിർന്ന നേതാവ് K. ഇസ്മായിലിന്റെ പരസ്യ വിമർശനം. പാർട്ടിയിലെ കീഴ്വഴക്കം ലംഘിച്ചാണ് തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ നിയമിച്ചതെന്ന് K. ഇസ്മായിൽ തുറന്നടിച്ചു. എന്നാൽ ഇസ്മായിലിന്റെ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി P. പ്രസാദ്. പാർട്ടി ജനറൽ സെക്രട്ടറി D. രാജ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്നും ഇസ്മായിലിന്റെ പ്രതികരണം എന്തുകൊണ്ടാണെന്നും അറിയില്ലെന്നും മന്ത്രി P. പ്രസാദ്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണ്. ആ അഖിലേന്ത്യാ നേതൃത്വത്തെ നയിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സഖാവ് ഡി രാജയാണ്, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുത്ത ഒരു യോഗമാണ് സഖാവ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള നേതാക്കൾക്ക് പാർട്ടി സംഘടനാ കാര്യങ്ങൾ എവിടെ പറയണമെന്നറിയാമെന്നും കെ ഇസ്മയിൽ അങ്ങനെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. 24 പത്തനംതിട്ട. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണർക്കെതിരായ ബാനറിൽ വിസിയോട് വിസ്തീർണം ചോദിക്കാൻ രാജ്ഭവൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതായി ഗവർണർ. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനാണ്, എന്തുകൊണ്ട് ബാനറുകൾ നീക്കം ചെയ്തില്ലെന്ന് അറിയിക്കാൻ നിർദ്ദേശമുണ്ട്, ഉടൻ ബാനറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ട്. SFI സ്ഥാപിച്ച ബാനറുകളാണ്. സംഘി ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങിയ ബാനറുകൾ ഗവർണറെ പ്രകോപിപ്പിക്കുന്നു. പക്ഷേ ഗവർണർ ഈ ബാനർ കെട്ടുന്ന നിയമവിരുദ്ധമാണോ അറിയില്ല. എന്തായാലും ഗവർണർ അത് മാറ്റാൻ നിർദ്ദേശിക്കുന്നു, നടപടിക്കും നിർദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇവിടെ മാഷേട്ടൻ എന്ന പ്രശ്നം പറഞ്ഞു. ഹാഷ്മി, നമ്മുടെ നാട്ടിൽ അച്ചാലും മുച്ചാലിനും പകരം പറയുക അറഞ്ചം പുറഞ്ചം എന്നാണ്. എന്നാണ് ഓരോ നാട്ടിൽ അത്തരം ഓരോ വാക്കുകളുണ്ടാകും. അതൊക്കെ ചേരുന്നതാണേ ഭാഷയുടെ ഭംഗി അല്ലേ. അപ്പോൾ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടുന്ന വന്യമൃഗങ്ങളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശവുമായി പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അടിയന്തര സാഹചര്യമില്ലെങ്കിൽ മൃഗങ്ങളെ തിരികെ വനത്തിൽ വിടണം എന്നാണ് നിർദ്ദേശം. റാന്നിയിൽ കണ്ടെത്തിയ കുട്ടിയാനയെ പ്രദർശന വസ്തുവാക്കി എന്ന പരാതിയിലാണ് നടപടി. ഉത്തരവിന് പിന്നാലെ കാപ്പുകാട്ടേക്ക് മാറ്റിയ കുട്ടിയാന ചരിഞ്ഞു. പ്രശസ്തിക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ്. ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മൃഗങ്ങളെ അടിയന്തര സാഹചര്യമില്ലെങ്കിൽ തിരികെ വനത്തിൽ വിടണം. സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുൻകൂർ അനുമതി തേടണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. കൂടുതൽ ആളുകളുടെ സാന്നിധ്യം വന്യമൃഗത്തിന് അണുബാധ ഉണ്ടാക്കുമെന്നും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവിൽ പറയുന്നു. മൃഗത്തെ പരിചരിക്കാൻ 2 ഫീൽഡ് ജീവനക്കാരെ ചുമതലപ്പെടുത്തി മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. റാന്നിയിൽ കണ്ടെത്തിയ കുട്ടിയാനയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. കൂടുതൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ റാന്നിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കാപ്പുകാട്ടേക്ക് മാറ്റിയെങ്കിലും വഴിമധ്യേ കുട്ടിയാന ചരിയുകയായിരുന്നു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിനടുത്ത് വഴി തടഞ്ഞ് ഒറ്റയാൻ കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് 1.5 മണിക്കൂറോളമാണ് ഗതാഗതം കട്ടപ്പ തടസ്സപ്പെടുത്തിയത്. മലപ്പുറം വഴിക്കടവിലും വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം ആന എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ടത്. 6 മണിക്ക് മലക്കപ്പാറയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ കടന്നുപോകാനായി എത്തിയ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു. ഇടയ്ക്ക് പ്രകോപിതനായ കട്ടപ്പ റോഡിൽ നിന്നവരെ ഓടിച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന റോഡിൽ നിന്ന് കയറിപ്പോയത്. തോട്ടം മേഖലയിലെ തൊഴിലാളികൾ വന്യമൃഗശല്യം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനിടെയാണ് കട്ടപ്പയുടെ സ്ഥിര സാന്നിധ്യം. അതിനിടെ 7ാം ദിവസവും മലപ്പുറം വഴിക്കടവിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെ ഇറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായാണ് കൃഷി നശിപ്പിച്ചത്. ടൗണിലേക്ക് പോകാനാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഈ വഴിയിലൂടെ പോകാൻ ഭയങ്കര ആനശല്യം, കാരണം ആന നിൽക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഈ 2 സൈഡും വെട്ടിക്കാൻ ഞങ്ങൾ മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതിന് തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫോറസ്റ്റുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള തീരുമാനങ്ങളൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. 24 തൃശൂർ. അപ്പോൾ അതാണ് ഇപ്പോൾ കാട്ടാന ഇറങ്ങൽ, കൃഷി നശിപ്പിക്കൽ, കടുവ ഇറങ്ങൽ, മനുഷ്യനെ കൊല്ലൽ തുടങ്ങിയ ആ മേഖലയിലുള്ള സങ്കട വാർത്തകൾക്ക് ഒരു അയവുമില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഷബൻജ പറയുന്നു, മേക്കിംഗ് ചപ്പാത്തി, വാച്ചിങ് 24 ഫ്രം ലണ്ടൻ. അപ്പോൾ ചപ്പാത്തി എന്താ കറി കഴിക്കുന്നതായിരുന്നു, നന്നായിട്ട് കഴിക്കുക. നമ്മൾ നേരെ മല കയറുന്നു. ശബരിമല വിശേഷങ്ങളിലേക്ക്. ശരണം സന്നിധാനം. ശബരിമലയിൽ ഇന്ന് 90,000 തീർത്ഥാടകർ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അനിയന്ത്രിതമായ വലിയ തിരക്കില്ല. കുട്ടികൾക്ക് വേഗത്തിൽ ദർശനം നടത്താനുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഇന്നു മുതൽ നിലവിൽ വന്നു. തിരക്കുണ്ടായാൽ നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24 പറഞ്ഞു. മണ്ഡലകാലം വൃശ്ചിക മാസം പിന്നിട്ട് ധനുമാസത്തിലേക്ക്. മലയാള മാസം 1-ാം തീയതിയായ ഇന്ന് വലിയ തിരക്ക് പ്രതീക്ഷിച്ചെങ്കിലും പ്രതിസന്ധി ഉണ്ടായില്ല. മണിക്കൂറിൽ 3700 മുതൽ 4000 വരെ തീർത്ഥാടകരാണ് 18ാം പടി ചവിട്ടുന്നത്. പരമാവധി 5 മണിക്കൂർ കൊണ്ട് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യൂ സംവിധാനം നിലവിൽ വന്നു. ഈ നടപ്പന്തലിൽ കുട്ടികൾക്കും ഡിസേബിൾഡ് പേഴ്സണുമായി നേരത്തെ തന്നെ 9ാം നമ്പർ റോ ഉണ്ട്.
പക്ഷേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ 18-ാം പടി കയറി പിന്നെ പോലീസുകാർ തന്നെ കുട്ടികളെ സംരക്ഷിച്ച് കൊണ്ട് ഒരു പ്രത്യേക ക്യൂ ആക്കി, അമ്മമാരെയും കുട്ടികൾക്കും ഒരു പ്രത്യേക ക്യൂ ആക്കി ഭഗവാന്റെ മുന്നിൽ കൂടി ദർശനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ സന്നിധാനത്തും പമ്പയിലും നേരിയ ചാറ്റൽ മഴയുണ്ടായെങ്കിലും മലകയറ്റത്തെയോ ദർശനത്തെയോ ബാധിച്ചില്ല. പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂൾ കോളേജുകൾ അടയ്ക്കുന്നതോടെ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. ഒരു 3-4 ദിവസം വലിയ പ്രശ്നം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു, അവിടെ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താണ് കാര്യമായി സമാധാനമായി പോകുന്നു എന്ന് പറഞ്ഞാൽ താഴെ മുതൽ മുകളിൽ വരെ ഇന്നിപ്പോൾ വലിയ ക്യൂ ഇല്ലാതെ നേരെ ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സീസൺ ആദ്യ സംഭവമാണ് അത്തരത്തിൽ ക്യൂ ഇല്ലാതെ നേരെ പോയി അധികം വരുന്നത്. 6 വരിയൊക്കെ തിരിച്ച് നിയന്ത്രിച്ച സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ ഇടപെടൽ നടത്തിയ എല്ലാവരും, സർക്കാർ സംവിധാനങ്ങളടക്കം അവിടെയുള്ള പോലീസുകാരടക്കം ഒരു അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. ഒരു തർക്കം അക്കാര്യത്തിൽ ആദ്യം ചെറുതായൊന്ന് പാളിയെങ്കിലും. ലിബിയയിൽ കപ്പൽ മുങ്ങിയും 61 അഭയാർത്ഥികൾ മരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 86 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 25 പേരെ രക്ഷപ്പെടുത്തിയെന്ന് UN അഭയാർത്ഥി സംഘടന അറിയിച്ചു. അങ്ങനെ ലോകമൊട്ടാകെയുള്ള അഭയാർത്ഥികളുടെ വേദന, കണ്ണുനീരിന് ഒരു അയവുമില്ലാതെ ലോകത്തിന്റെ ഇപ്പോൾ വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതേ കൂട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനോടും ഈ അസ്വസ്ഥത കാണിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണവും അതിനപ്പുറത്തൊന്നുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ തരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടത്തുന്ന പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയാം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം അസ്ഥാനത്താണ്. ഗവർണർക്കെതിരായിട്ട് പ്രകോപനമുണ്ടാക്കിക്കൊണ്ട്, ഗവർണർക്കെതിരായിട്ട് ഭീഷണി മുടക്കിക്കൊണ്ട് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങളുടെ ഫലമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും തിരിച്ചറിയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ഇത് സ്വീകരിക്കാൻ തുടങ്ങി മുഖ്യമന്ത്രിക്കെതിരെ പറയുകയായിരുന്നു. മുഹമ്മദ് റിയാസിനോടൊക്കെ മറുപടി ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡ് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം വണ്ടിപ്പെരിയാറിൽ നേരത്തെ മഹിളാമോർച്ചയുടെ പ്രതിഷേധവും ഇന്നലെ ഉണ്ടായിരുന്നു. DGP ഓഫീസിലേക്കുള്ള പ്രതിഷേധമായിരുന്നു. നമുക്കറിയാം 6 വയസ്സുകാരി കുഞ്ഞിൻ്റെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ സംഭവത്തിൽ ആ പ്രതിയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടങ്ങളിലുണ്ട്. ഇന്നിപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. എങ്ങോട്ടേക്കാണ് പ്രതിഷേധം എന്നറിയില്ല. ഇന്നലെ DGP ഓഫീസിലേക്കായിരുന്നു മഹിളാമോർച്ചയുടെ പ്രതിഷേധം. അതും ഏതാണ്ട് ചെറിയ തോതിൽ സംഘർഷഭരിതമായിരുന്നു. ഇതിപ്പോൾ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡ് ഉണ്ടോ? ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ യുവമോർച്ച പ്രവർത്തകർ. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, പോലീസ് സ്റ്റേഷനിലേക്കാണോ യുവമോർച്ചയുടെ മാർച്ച്? ഹാഷ്മി, ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കാണ് യുവമോർച്ചയുടെയും BJPയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. ഈ വിധി വന്നതിന് ശേഷം വലിയ തരത്തിൽ, അതായത് ഈ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോഴും ഈ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബാരിക്കേഡിന്റെ മുകളിലേക്ക് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കയറിക്കൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസും അതുപോലെ തന്നെ ഈ പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അല്പസമയം മുമ്പ്, അതായത് ഏകദേശം ഒരു മണിക്കൂറോളമായി ഈ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. പ്രതിഷേധം തുടങ്ങിയിട്ട് 1:30യോടുകൂടി പ്രതിഷേധം തുടങ്ങിയതാണ്. ഇപ്പോഴും പ്രവർത്തകരെ ഇപ്പോൾ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കാണ് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച്. നേരത്തെ ദേശീയപാത ഉപരോധിച്ചിരുന്നു പ്രവർത്തകർ. ഇപ്പോൾ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമമുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നിരുന്നു യുവമോർച്ച പ്രവർത്തകർ.
എന്തായാലും ആ മേഖലയിൽ വലിയ പ്രതിഷേധം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ നാടിനെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 6 വയസ്സുകാരി കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊന്ന ആ കേസിലെ പ്രതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത്. അതിൽ ആ മേഖലയിൽ വലിയ പ്രതിഷേധം അത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ പ്രതിഷേധം ഇപ്പോൾ യുവമോർച്ചയുടെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടന്നു വരികയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായത്. അതിനുശേഷം ആ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറി നിന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ തോതിൽ അങ്ങനെ വലിയ സംഘർഷം ഉണ്ടായില്ലെങ്കിൽ കൂടിയും സംഘർഷഭരിതമാണ് അന്തരീക്ഷം. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേരത്തെ പ്രവർത്തകർ ദേശീയപാത തടയുകയും ചെയ്തിരുന്നു. ആ മേഖലയിൽ ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുമുണ്ട്. നമ്മുടെ പവിത്രൻ ചേട്ടൻ പറയുകയാണ് പനി കാരണം ഇതുവരെ കിടക്കുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിൽ താങ്കൾ തന്നെയാണോ എന്നറിയാൻ വേണ്ടി മാത്രം TV ഓൺ ചെയ്തതാണെന്ന് പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നു. അപ്പോൾ നാട്ടിൽ മൊത്തം പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ പക്ഷേ നാട്ടിൽ എല്ലായിടത്തും പനിയാണ്. പനിക്ക് ശേഷം വിട്ടുമാറുന്ന ക്ഷീണവും ആരോഗ്യവകുപ്പ് ഇതെല്ലാം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശരിയാണ് തോന്നുന്നു. നാട്ടിലൊക്കെ നല്ല അത്യാവശ്യം എല്ലാവർക്കും നല്ല പനിയുണ്ട്, മാറാത്ത ചുമയുണ്ട്, വലിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുക, എല്ലാവരും കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക. ഒരു പനിക്കാലമാണ്, മഴക്കാലം മാത്രമല്ല പനിക്കാലം കൂടിയാണ്. ഓക്കെ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കോഴിക്കോട്ടെ ആർട്ടിസ്ട്രി സ്റ്റോറിൽ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ഷോ തുടങ്ങി. വജ്രാഭരണങ്ങളുടെ അൺലിമിറ്റഡ് കളക്ഷനാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. മലബാർ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ MP അഹമ്മദ്, മേയർ ബിന ഫിലിപ്പ് എന്നിവർ ചേർന്ന് ഷോ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 30 വരെയാണ് ബ്രൈഡൽ ഷോ നീണ്ടു നിൽക്കുക. സോളാൻ സേറ കിഡ്സ് ബ്രാൻഡിൻ്റെ അനിമേഷൻ കഥാപാത്രങ്ങൾ പുറത്തിറക്കി. കുട്ടികൾക്കായുള്ള ക്ലബ്സിയും പ്രവർത്തനം തുടങ്ങി. കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഹൈബിയുടെ MP ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സോളാൻ സേറ സ്ഥാപകയും CEO-യുമായ തനൂറ ശ്വേത മേനോൻ, മാധ്യമപ്രവർത്തകൻ ഹർഷൻ എന്നിവർ പങ്കെടുത്തു. ആദ്യമായാണ് ഒരു വസ്ത്ര ബ്രാൻഡ് അനിമേഷൻ സീരീസ് ഇറക്കുന്നത്. ആ പരിപാടിയുടെ ഭാഗമായി സോളാൻ സേറയുടെ കുട്ടികൾക്കായുള്ള വിന്റർ കളക്ഷൻസും പുറത്തിറക്കി. സേവനാവകാശ നിയമം സമഗ്രമായി പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ. ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൽ പഴയ നിയമം പരാജയം എന്ന വിലയിരുത്തലാണ് നീക്കം. വിവിധ വകുപ്പുകളിൽ നിന്ന് സമയബന്ധിതമായി സേവനം ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതി. കാതലായ മാറ്റം നിർദ്ദേശിക്കാൻ നിയമപരിഷ്കരണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. നിയമത്തിൽ മാറ്റം വരുത്താനുള്ള വിശദമായ നിർദ്ദേശവും കരട് ഭേദഗതിയും സമർപ്പിക്കാനാണ് നിർദ്ദേശം. അജിത്ത് NB ചോദിക്കുകയാണ്, അപ്പോൾ ലോകം ഒട്ടാകെയുള്ള അഭയാർത്ഥി വേദനകൾക്ക് അറുതിയില്ല. നമ്മുടെ ഐലൻ കുരുതി കിടക്കുന്ന ആ ചിത്രമൊന്നും മറന്നുപോയിട്ടില്ല മനസ്സിൽ നിന്നും. ഇതാ വീണ്ടും തുടരുകയാണ് ആ വേദന. അജിത്ത് ചോദിക്കുന്നു, ഹാഷ്മി കോവിഡ് വീണ്ടും പൊങ്ങി വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരുപാട് പേർക്ക് സ്ഥിരീകരിക്കുന്നു. 3-4 മരണമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ജാഗ്രതയോടെയും കരുതലോടെയും കൈയൊക്കെ കഴുകിയിരിക്കുക. സാനിറ്റൈസറും മാസ്കൊക്കെ വേണമെങ്കിൽ വീണ്ടും ശീലമാക്കാവുന്നതാണെന്ന് തോന്നുന്നു, ഹാബിറ്റാക്കാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭക്ഷണം കഴിക്കാത്ത റോഡിൽ ഭക്ഷണം കഴിക്കുക. ഞാനും കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണവും. നമ്മളിനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് ജനകീയ കോടതിയിലാണ് OK വാസുമാഷ് എന്ന് പറയുന്ന BJP-യുടെ വലിയ നേതാവായിരുന്ന ആൾ CPM-ലേക്ക് ഇപ്പോൾ വന്ന OK വാസുമാഷ് അവിടെ അതിഥിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് അവിടെ കാണാം. നാളെ ഉച്ചയ്ക്ക് ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ വീണ്ടും കാണും.